ഞാൻ ഫാദർ യൂജിൻ പെരേര, തിരുവനന്തപുരം അതിരൂപതയുടെ വികാരി ജനറൽ. ഈ വിഴിഞ്ഞത്തോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ 2000 മുതൽ വളരെ ശ്രദ്ധയോടുകൂടെ നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ട ബിസിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടൊക്കെ പഠിച്ച് പബ്ലിക് ഹിയറിംഗ് വേദിയിൽ തന്നെ ഞങ്ങളുടെ നിവേദനങ്ങളൊക്കെ നൽകിയിട്ടുള്ള ആളാണ്. ഈ പോർട്ട് നിർമ്മാണം ആ പ്രദേശത്തിനും തീരദേശത്തിനും നമ്മുടെ പരിസ്ഥിതിക്കും സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ച് വളരെയേറെ ചർച്ചകൾ ഇവിടെ നടന്നിരുന്നു. അത്തരം ചർച്ചകളിലൊക്കെ ഗൗരവമായി പങ്കെടുക്കുകയും വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ രാഷ്ട്രീയമായ ചില ഇടപെടലുകളിലൂടെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പോലും അനുമതി നേടിയെടുത്ത ഈ പോർട്ട് നിർമ്മാണം അത് സൃഷ്ടിച്ച ആഘാതങ്ങളൊക്കെ വളരെ കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായി. 2018 മുതൽ 22 വരെ അതിൻ്റെ രൂക്ഷമായ അനുഭവങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി. വലിയുതുറ പ്രദേശത്ത് ശംഖുമുഖം, വെട്ടുകാട്, കണ്ണാന്തുറ, വേളി, വലിയ വേളി, ഈ പ്രദേശത്ത് പോലും വിഴിഞ്ഞത്ത് നിർമ്മിക്കുന്ന വാണിജ്യ തുറമുഖത്തിൻ്റെ ആഘാതങ്ങൾ കണ്ടു. ആ സന്ദർഭത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇത് വളരെ ഗൗരവമേറിയൊരു പ്രശ്നമാണ്. ധാരാളം വീടുകൾ, കുടുംബങ്ങൾ അവരവരുടെ നിലനിൽപ്പിനായിട്ടുള്ള അവരുടെ സ്ഥലവും പ്രദേശവും ഒക്കെ നഷ്ടപ്പെട്ട ഒരുതരം പരദേശികളെപ്പോലെ, വീട് നഷ്ടപ്പെട്ട പരദേശികളെപ്പോലെ ആയിക്കഴിഞ്ഞ സാഹചര്യം. 289 കുടുംബങ്ങൾ വളരെ ശോചനീയമായ ഗോഡൗണിൽ, സ്കൂൾ വരാന്തകളിലൊക്കെ താമസിച്ച സാഹചര്യം. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഭരണാധികാരികളോട് ആവശ്യപ്പെട്ടു, ഇത് വരും തലമുറയ്ക്ക് വലിയ പ്രതിസന്ധിയായി മാറും. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം വരും. 2022 ജൂലൈ 10-ാം തീയതി മുതൽ 20-ാം തീയതി മുതൽ ഒരു സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിക്കുകയും അത് ക്രമേണ വിഴിഞ്ഞത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ സർക്കാർ ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു പഠന സമിതിയെ നിയോഗിക്കാൻ ആദ്യം വൈമനസ്യം കാണിച്ചു. പക്ഷേ പിന്നീട് ഒരു പഠന സമിതിയെ വച്ചു. ശ്രീമാൻ കുടാലയെ കേന്ദ്രീകരിച്ചാണ് പഠനം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പഠനം ഇപ്പോഴും തിരുനക്കര തന്നെയാണ്. ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ സത്യം പുറത്തുകൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു പഠനം നടത്തി. ജനകീയ പഠന സമിതി ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ആ ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളുടെയൊക്കെ കണ്ടെത്തലുകൾ പുറത്തു വന്നു. 2023 നവംബർ മാസം 21-ാം തീയതി ലോക മത്സ്യത്തൊഴിലാളി ദിനത്തിൽ ശ്രീമാൻ ഗുഹ, അദ്ദേഹമാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. അദ്ദേഹം ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ലോകത്തിൻ്റെ മുമ്പിൽ സത്യസന്ധമായി വിളിച്ചു പറഞ്ഞു. പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നം, ജൈവ ആവാസ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന പ്രശ്നം, തൊഴിലിനുണ്ടാകുന്ന പ്രശ്നം, തീരശോഷണത്തിലൂടെ ഉണ്ടാകുന്ന പ്രശ്നം, മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനി മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ വിശദമായി ഗഹനമായി അവതരിപ്പിച്ചു. ഈ റിപ്പോർട്ടിൽ 111-ാമത്തെ പേജിൽ വലിയതുറയിലുള്ള ലിറ്റിൽ ഫ്ലവർ എന്ന അമ്മയുടെയും കുടുംബത്തിൻ്റെയും കഥ അവതരിപ്പിക്കുന്നുണ്ട്. ആ വീട് തകർച്ച, അതിൻ്റെ ആഘാതം ആ കുടുംബനാഥനെ വല്ലാതെ പിടിച്ചൊളിച്ചു. അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുകയാണ് ചെയ്തത്. അവരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ജനിച്ച് വളർന്ന ആ വീടും സ്ഥലവുമൊക്കെ വിട്ടുപോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം. വരും നാളുകളിൽ ഉയരാൻ സാധ്യതയുള്ള വലിയ പ്രതിസന്ധികളിലേക്ക്, തൊഴിലില്ലായ്മയിലേക്ക്, ജീവിത നാശത്തിലേക്ക്, നഷ്ടത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവമാണ്
സഹോദരി ലിറ്റിൽ ഫ്ലവറിൻ്റെയും അവരുടെ കുടുംബത്തിൻ്റെയും ഇത്തരം സ്ഥിതിവിശേഷം ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ഭരണാധികാരികൾ വളരെ ഗൗരവത്തോടുകൂടി എടുക്കണം. 57,000-ഓളം മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിതം പുലർത്തുന്ന ഉപജീവനം നയിക്കുന്ന തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് മരുന്നെന്താണ്? അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണ്? കടലിൽ മത്സ്യാവാസ വ്യവസ്ഥകളൊക്കെ നശിക്കുമ്പോൾ ആ രംഗത്ത് കൈക്കൊള്ളേണ്ട നടപടികൾ എന്താണ്? ഭരണാധികാരികൾ അതൊക്കെ ശ്രദ്ധയോടുകൂടി ഏറ്റെടുക്കുകയും ഈ പോർട്ട് നിർമ്മിക്കുന്ന കൺസെഷണറിൻ്റെ ഉത്തരവാദിത്വം, അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതൊക്കെ നിർവഹിക്കാൻ മുന്നോട്ട് വരും എന്ന് പ്രത്യാശിക്കുകയാണ്. ആ രീതിയിലേക്ക് ഇത്തരം കണ്ടെത്തലുകളും ഇത്തരം ദൃശ്യാവിഷ്കാരങ്ങളുമൊക്കെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിറ്റിൽ ഫ്ലവർ. കൊച്ചുതോപ്പ് എന്ന ഗ്രാമത്തിലാണ് ഞങ്ങളുടെ താമസം. ഇവിടെ ഈ വീടിന് മുൻപിൽ 2 വീടുകൾ ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ ദൂരമാണ് കടലും വീടുമായിട്ടുള്ള ബന്ധം. 2 വീടുകൾ കൂടി ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അത് തീരം കവർന്നതിന് ശേഷമാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട് ഭാഗികമായി തകർന്നു പോയത്. ഒരു പഴയ വീടായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. കൈമാറ്റം ചെയ്തതിന് ശേഷം ഞങ്ങൾ 2014 ഈ വീട് പുതുക്കി പണിഞ്ഞ് ഇങ്ങനെ ഇപ്പോഴായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വീട് പണിതു. 2019 കടലാക്രമണത്തിൽ ഞങ്ങളുടെ വീട് ഭാഗികമായി നഷ്ടപ്പെടുകയും വലിയതുറ ഭാഗത്തു നിന്നും ഉണ്ടായ ആ കടലാക്രമണം തീരം കൊച്ചുതോപ്പ് ഭാഗം വരെയുള്ള ഗ്രാമങ്ങളിൽ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയും ഇവിടെ ഉണ്ടായിരുന്ന പല ഭവനങ്ങളിലും തീരത്തായിരുന്ന ഭവനങ്ങൾ കടലിലെടുക്കുകയും ചെയ്തു. അതിനുശേഷം 2019 ഞങ്ങൾ സെൻറ്റ് ആൻ്റണീസ് ക്യാമ്പിലായിരുന്നു ഞങ്ങൾ കുറേ കാലം താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് വീണ്ടും കടൽ അങ്ങോട്ട് പോയതിന് ശേഷം ഞങ്ങൾ വീണ്ടും താമസത്തിനായിട്ട് ഈ വീട്ടിലേക്ക് വന്നു. പിറ്റേ വർഷം ആയപ്പോഴത്തേക്കും ആ കടലാക്രമണം വീണ്ടും ശക്തമായിട്ട് കൂടി. പിന്നെ ഇവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എനിക്കാണെങ്കിൽ 23 വയസ്സും 19 വയസ്സുള്ള 2 പെൺകുട്ടികളുണ്ട്. ഭർത്താവ് മരണപ്പെട്ടു പോയി. അമ്മ ഒരു ഹൃദ്രോഗിയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ 4 പെണ്ണുങ്ങളാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. 23 വയസ്സുള്ള മോളെയും കൊണ്ട് എനിക്കൊരിടത്തും പോകാനില്ല. മോള് ഇത്തിരി വയ്യാത്തയാളാണ്, ഭിന്നശേഷിക്കാരിയാണ്. പിന്നെ വന്നിട്ട് നമുക്ക് ആരുടെ കൂട്ടത്തിൽ താമസിക്കുവാൻ പറ്റാത്തത് കൊണ്ടും ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളും, ഈ പെൺകുട്ടി മറ്റുള്ളവരുടെ കൂട്ടത്തിൽ പോയാൽ നമുക്ക് ബുദ്ധിമുട്ട് ആയത് കാരണം ഞങ്ങൾ ഇവിടെ തന്നെയാണിപ്പോൾ താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടെടുത്ത് പോകാനുള്ള യാതൊരു വരുമാന മാർഗവും ഇപ്പോഴില്ല. ഈ മോളെയും കൊണ്ട് ആരുടെയും കൂടെ താമസിക്കുവാനോ ഒന്നും ഞങ്ങൾക്ക് കഴിയത്തില്ല. ഇപ്പം ഞങ്ങൾക്കൊരു വീടില്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ദുരിതം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമതായിട്ട് കടൽ ശക്തമായിട്ടൊന്ന് അടിച്ചാൽ മതി, ഈ വീടിനകത്തോട്ട് തന്നെ വെള്ളം കയറി കിടക്കുകയൊക്കെ ചെയ്യും. അത് കാരണം നമുക്കിതിനകത്ത് നിൽക്കാൻ പോലും പറ്റത്തില്ല. 2019 ശേഷം കടലാക്രമണം നടന്നതിന് ശേഷം സാമ്പത്തികമായിട്ടായിരുന്നാലും ശരി, മാനസികമായിട്ടും തീരത്തുള്ള എല്ലാവരും തന്നെ ആകപ്പാടെ തളർന്നു. ഓരോരുത്തരും അവനവൻ്റെ എവിടെ നോക്കിയാലും ദയനീയമായിട്ടുള്ള മുഖങ്ങളും സങ്കടങ്ങളും, അവനവൻ്റെ ആ തീരെ നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ വേദന അത് ആർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ അനുഭവിച്ചത് തന്നെ ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങളാണ്. ഇന്നും ഞങ്ങളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മോളെയും കൊണ്ട് മറ്റുള്ള ഇടങ്ങളിലേക്ക് താമസിക്കാൻ പോകുമ്പോഴുണ്ടാകുന്ന കുറച്ച് പരിഹാസങ്ങൾ, ആ കുഞ്ഞനുഭവിക്കുന്ന വേദന, ഇതൊക്കെ കണ്ട് ആകപ്പാടെ നമ്മൾ മാനസികമായിട്ട് തളർന്നു പോയ അവസരം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കടലിങ്ങനെ ശക്തമായിട്ട് അടിക്കുമ്പോഴുണ്ടാകുന്ന ഒരുപാട് വേദന, വീട്ടിലെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. TV, വീട്ടിലുണ്ടായിരുന്ന ഉപകരണങ്ങൾ, അത് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ട് കടലിൽ ഒലിച്ചുകൊണ്ട് പോയി. പിന്നെ എനിക്ക് തന്നെ ഒരു ചെറിയ തൊഴിലുണ്ടായിരുന്നു ആ സമയത്ത്, തുണിക്കച്ചവടം. 10-50,000 രൂപയുടെ തുണി ഞാൻ വീട്ടിലെടുത്ത് വച്ചിരുന്നപ്പോഴത്തേക്ക് അതെല്ലാം
കടലിൻ്റെ കടലാക്രമണത്തിൽ അത്രയും നഷ്ടമായി. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അങ്ങനെ മാനസികമായിട്ട് ഞങ്ങൾ ആകപ്പാടെ കുറേ ഒരു 1-2 വർഷത്തോളം മാനസികമായിട്ട് തളർന്നിരുന്നു. പിന്നെ ഭർത്താവിൻ്റെ മരണശേഷം ഇപ്പോൾ കൂടുതൽ വീട്ടിൻ്റേതായിട്ടുള്ള വരുമാനങ്ങളാകെ നിലച്ചു. എനിക്കാണെങ്കിൽ തീരെ ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. കാലിൻ്റെ മുട്ടുകൾക്ക് ഭയങ്കര വേദന. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഓടിപ്പോയി എന്തെങ്കിലും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടവർക്ക് ഫ്ലാറ്റ് നിർമ്മാണം പറഞ്ഞിട്ടുണ്ട്. അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നടക്കുന്നോ ഇല്ലയോ എന്നോ അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ വാടക ഇനത്തിൽ എല്ലാവർക്കും അത് ലഭിക്കുന്നില്ല. രണ്ടാമത് നമുക്ക് ഭിന്നശേഷിയായ ഈ മകളും കൂടെ ഉള്ളത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒന്നും തന്നെ ഒരു ഇതും നമുക്കിപ്പോൾ ലഭ്യമാകുന്നില്ല. പിന്നെ നമുക്ക് വീട് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ വാടക തരാത്തത് 1 വർഷം കൊണ്ട് കളക്ട്രേറ്റിലും അവിടെ ഇവിടെയായിട്ടൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് പോലും ഞങ്ങൾക്ക് ഇന്നേ വരെ അതിനൊരു നടപടി അത് ലഭിക്കുകയോ ഒന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല. അധികാരികളെ സമീപിക്കുമ്പോൾ 2 ദിവസമാകട്ടെ, 2 ദിവസം കഴിയട്ടെ, ഒരാഴ്ച കഴിയട്ടെ എന്നിങ്ങനെ പറയുന്നതല്ലാതെ ഇതുവരെ ഒരു തുടർ നടപടി നമുക്ക് ഉണ്ടായിട്ടില്ല. 5500 രൂപയാണ് സർക്കാരിൻ്റെ വാടക ഇനത്തിൽ നമുക്ക് കിട്ടേണ്ടത്. അത് ഒരു മാസം മാത്രം അത് വന്നു. പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എനിക്കറിയില്ല. കളക്ട്രേറ്റിനെ സമീപിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിങ് എന്തോ പ്രശ്നമായതുകൊണ്ടാണെന്ന് ബാങ്കിൽ പോയപ്പോഴത്തേക്ക് ബാങ്ക് പ്രശ്നമില്ല. പിന്നെ വീണ്ടും കളക്ട്രേറ്റിൽ പോയപ്പോഴത്തേക്ക് ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയും ഒരു തുടർ നടപടി ഉണ്ടായിട്ടില്ല. മോളിപ്പോൾ ഒരു സ്കൂളിൽ പോയി വരുന്നുണ്ട്. പോയി വരുമ്പോഴത്തേക്ക് വൈകുന്നേരമാകും. പിന്നെ തീരെയും നമുക്കിപ്പം അതിനുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല. മറ്റത് കടലും തീരവും ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് ഇവിടെയാണ് സാധാരണ വള്ളങ്ങളൊക്കെ തീരത്താണ് അടുക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് രാവിലെ പോയി അവരുടെ നിന്ന് മീൻ വാങ്ങി അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ ഒരു തൊഴിൽ മേഖല നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ തീരം നഷ്ടപ്പെട്ടതോടുകൂടി അതൊന്നും ഇവിടെ ഇല്ല. വലിയതുറ ഭാഗങ്ങളിലോ വിഴിഞ്ഞം ഭാഗങ്ങളിലോ പോയി ഇവിടെയുള്ളവർ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് പിന്നെ ഈ ഭിന്നശേഷിയായ ഈ ഒറ്റയ്ക്ക് ഈ ഈ തുറന്ന് കിടക്കുന്ന ഈ വീട്ടിൽ പാതി നഷ്ടപ്പെട്ട വീടിനകത്തിട്ടുകൊണ്ട് പോകാൻ മടിയായത് കാരണം ഒന്നിനും പോകാതെ മോളെ നോക്കി ഇരിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ നമുക്ക് ഈ പിന്നെ വേറൊരാൾ കൂട്ടായിട്ട് ആരും ഇല്ല. പിന്നെ അമ്മ എപ്പോഴും അസുഖമാണ്, ചുമ്മാ ആശുപത്രിയിൽ കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥയായതുകൊണ്ട് ആകപ്പാടെ നമ്മുടെ ജീവിതത്തിൻ്റെ വരുമാന മാർഗം നിലച്ചു. ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഫിഷറീസിലെ ബുക്ക് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 10,000 രൂപ അവരുടെ ധനസഹായമുണ്ട്. അതുവരെ ഇന്ന് വരെ 1 വർഷമായിട്ടും ഇന്ന് വരെ ആ പൈസ നമുക്ക് കിട്ടിയിട്ടില്ല. കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ ചെറുതായിട്ട് ഇപ്പോൾ കാണുന്ന ആ ഒരു രീതിയിൽ ഇങ്ങനെയൊക്കെ ഇതാക്കിയ. ഇപ്പോഴും ലൈറ്റ് തൊടാൻ നമുക്ക് പറ്റത്തില്ല, കറണ്ട് തൊടാൻ പറ്റത്തില്ല. കൈവച്ച് തൊട്ടാൽ അപ്പം തന്നെ ഷോക്ക് അടിക്കും. അത് കാരണം അതും ഒരു ബുദ്ധിമുട്ടാണ്. ഭക്ഷണം വെച്ചാലൊന്നും ഇരിക്കത്തില്ല. അതൊക്കെ പട്ടി മൃഗങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കയറി കഴിച്ചുകൊണ്ട് പോകും. പിന്നെ രണ്ടാമതായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ വീട്ടിനകത്തില്ല. പിന്നെ വീടിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും നമ്മൾ തുണി അലക്കിയാൽ എല്ലാ വെള്ളങ്ങളും ഈ വീടിനകത്തോട്ട് തന്നെയാണ്. ഒഴുകി പോകേണ്ട യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു കുഞ്ഞു ജോലി കിട്ടിയെങ്കിൽ അത് ഏറ്റവും വലിയ ഉപകാരമായിരുന്നു എനിക്ക്. കാരണം മോൾക്ക് വേണ്ടി അതൊരു വരുമാന ആകുമായിരുന്നു. അങ്ങനെ മോള് +2 വരെ പോയി ആ ഒരു ഇത് വെച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ. പിന്നെ ഞാൻ ഇതുവരെയും ഒരു എംപ്ലോയ്മെൻറ്റിൽ അപേക്ഷ കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് വലിയ കാര്യവിവരമൊന്നും, കാരണം ഇങ്ങനെ അധികം പേരില്ലാത്തത് കൊണ്ട് നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വാടക ഇനത്തിലുള്ള ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയാൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറാനുള്ള ഒരു സൗകര്യമാകും ഇതായിട്ട്. പിന്നെ